എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സാഞ്ചിയെ അവന്റെ ബ്രദേഴ്സ് എല്ലാവരും ചേർന്ന് തല്ലി തല്ലി കൊന്ന് അങ്ങനെ നിലത്തിട്ടിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ഒട്ടും അനക്കമില്ല. അവന്റെ കാറ്റ് പോയെന്ന് കരുതി ബ്രദേഴ്സ് അവരവിടുന്ന് കടന്നുപോയ ഉടൻ തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും ചേർന്ന് അവിടേക്ക് പാഞ്ഞടുക്കുകയാണ്. ആ ബ്രദേഴ്സിന്റെ കണ്ണിൽ പെട്ടാൽ ഡോക്ടേഴ്സിനെയും ആ മെഡിക്കൽ ടീംസിനെയും അവർ തല്ലിക്കൊല്ലും. സാഞ്ചിക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവരുടെ പപ്പ ആള് ഡോക്ടേഴ്സിനെയും മെഡിക്കൽ ടീമിനെയും പണിഷ് ചെയ്യും. സോ ചെകുത്താന്റെയും കടലിന്റെ നടുവിൽ പെട്ട് ഡോക്ടേഴ്സ് ആണെങ്കിൽ പകച്ചു നിൽക്കും. അവർ സാഞ്ചിയെ ചെക്ക് ചെയ്യും. സാഞ്ചിക്ക് ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്താ, അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്കുകൾ. ഉടനെ അവന്റെ സിസ്റ്റർ ഓടി വന്ന് അവനെ ചെക്ക് ചെയ്യും. ചോരയൊക്കെ തുളുമ്പി ഇടിയൊക്കെ കിട്ടി അവന്റെ മുഖമൊക്കെ വേർതിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കോലത്തില് അവൻ എങ്ങനെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കുമെന്ന് അവൾ ആലോചിക്കും. സാഞ്ചി അവൻ ഒരിക്കലും തിരികെ വരാൻ പാടില്ലായിരുന്നു. വീണ്ടും ഈ നരകത്തിലേക്ക് അവൻ എത്തിയെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവൾ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നിൽക്കുന്ന അതേ സമയം ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ വില്ലൻ ക്രാക്കറിനെ അട്ടിച്ച് താഴെയിട്ടു. ക്രാക്കർ ആണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ ലൂഫിയെ നോക്കി നിൽക്കും. കാരണം ആദ്യമായിട്ടാണ് ക്രാക്കറിനെ ഒരുത്തൻ ഇടിച്ചിടുന്നത്. പക്ഷെ അടുത്ത നിമിഷം ക്രാക്കർ അവന്റെ കൈ ആഞ്ഞു കൊട്ടി വീണ്ടും വീണ്ടും ഒരുപാട് ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ ലൂഫിയുടെ മുൻപിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ്. ലൂഫി ആണെങ്കിൽ നാമിയോട് പറയും, നീ എത്രയും വേഗം ആ ട്രീസിന്റെ ഇടയിൽ പോയി ഒളിച്ചിരിക്കാനായിട്ട്. ആ ട്രീസ് ആണെങ്കിൽ അത് കേട്ട് പേടിക്കുകയാണ്. കാരണം അവറ്റകൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ്. നാമി അവളുടെ കയ്യിലുള്ള ഇബ്രു കാർഡ് എടുത്ത് അങ്ങനെ ക്യാഷ്വലായിട്ട് വീശി കാണിച്ച് ഒരു വില്ലത്തി ചിരിയൊക്കെ ചിരിച്ച് ആ ട്രീസിന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ആ വില്ലനാണെങ്കിൽ ലൂഫിക്ക് നേരെ അവന്റെ സ്ക്വാഡ് നീട്ടുകയാണ്. അതിനുശേഷം ആ മരങ്ങളെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾക്ക് ലൈഫ് തന്ന എന്നെ തന്നെ നിങ്ങൾ ചതിച്ചു അല്ലേ, ഒരു കാരണവശാലും നിങ്ങളെ വെറുതെ വിടില്ല. കുട്ടികൾക്കാണെങ്കിൽ ചത്താ മതിയുന്നാവും. കാരണം ബിഗ് മോമിന്റെ പവറിനെയും ക്രാക്കറിനെയും അവർക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് ആവില്ല. അപ്പൊ ലൂഫിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കും. അവൻ വയറ്റിൽ കൈ പിടിച്ച് ഇപ്പോ ബിസ്ക്കറ്റിലേക്ക് തന്നെ നോക്കും. അവൻ ആ സ്മെല്ലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവനതിൽ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കടിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. ലൂഫിയെ കൊണ്ട് അത് കടിച്ചു മുറിക്കാനായിട്ട് കഴിയില്ല. അത് മനസ്സിലാക്കിയ നാമി അവളുടെ തണ്ടർ പവർ അതുപയോഗിച്ച് അവിടെ മഴ പെയ്യിപ്പിക്കുകയാണ്. കാരണം ബിസ്ക്കറ്റ്സ് എത്രത്തോളം സ്ട്രോങ് ആണെങ്കിലും വെള്ളം വീണ് നനഞ്ഞാൽ അത് തീർച്ചയായിട്ടും അലുത്തുപോകും. അങ്ങനെ സംഭവിച്ച ആ സോൾജിയേഴ്സിനെയും അതിനോടൊപ്പം ആ ബിസ്ക്കറ്റുകളെയും ഒക്കെ നശിപ്പിക്കാം. ഈസി ആയിട്ട് ലൂഫിക്ക് ആ ബിസ്ക്കറ്റ് അത് തിന്നാനും കഴിയും. നാമിയാണെങ്കിൽ അവറ്റകളുടെ ദേഹത്തേക്ക് നല്ല ഫോഴ്സിൽ മഴ പെയ്പ്പിച്ച് ലൂഫിയോട് വിളിച്ചു പറയും, ലൂഫി അവറ്റകളെല്ലാം തന്നെ ബിസ്ക്കറ്റ്സ് ആണ്. വെള്ളം വീണതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിനക്ക് അവറ്റകളെ ഇടിച്ച് തോൽപ്പിക്കാം. അത് കേൾക്കേണ്ട താമസം ലൂഫി ആണെങ്കിൽ അവന്റെ നോർമൽ പവറിൽ ആഞ്ഞിട്ടിക്കും. വെള്ളം വീണ് അലിഞ്ഞ ബിസ്ക്കറ്റ് അത് നമ്മുടെ ലൂഫിയുടെ ഇടിയിൽ തവിട് പൊടിയാവുകയാണ്. ലൂഫി ഓരോരോ ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനായിട്ട് ഇടിച്ച് താഴെയിടും. വീഴുന്ന ബിസ്ക്കറ്റ്സ് എല്ലാം അവൻ വാരി വാരി അവന്റെ വായിലേക്ക് കുത്തി നിറച്ച് അവന്റെ വിശപ്പടക്കും. അത് കണ്ട് ആ ക്രാക്കർ വില്ലൻ പല്ല് കടിച്ച് വീണ്ടും വീണ്ടും ഒരുപാട് ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഇത്തവണ ലൂഫി അവൻ അവറ്റകളെ അടിച്ച് താഴെയിടാതെ സ്ട്രെയിറ്റ് ആയിട്ട് കടിച്ചു പറിച്ച് തിന്നുകയാണ്. നീ എത്രയൊക്കെ ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അവറ്റകളെ എല്ലാം ഞാൻ ഒറ്റ ഇരിപ്പിന് തിന്നു തീർക്കും. നമ്മുടെ ലൂഫിക്കാണെങ്കിൽ ആ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നട്ട്സും ക്രീമും ഒക്കെ കൂടെ അവന്റെ ഫേവറേറ്റ് ടേസ്റ്റ് ആണ് ആ ബിസ്ക്കറ്റിന്. അവനാണെങ്കിൽ മത്സരിച്ച് വീണ്ടും ഒരുപാട് ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ലൂഫി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അതിനെ എല്ലാം തിന്നു തീർക്കുകയാണ്. അതിൽ കൺട്രോൾ പോയ ആ വില്ലൻ അവൻ 20 ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ലൂഫിയുടെ തീറ്റ ഭ്രാന്ത് അതെന്താണെന്ന് അവൻ അറിയില്ല. അവന് 20 സോൾജിയേഴ്സ് ഒന്നുമല്ല. ഉടനെ നാമിക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധി വെളിച്ചം തോന്നുകയാണ്. നാമി ലൂഫിയോട് ഓടാനായിട്ട് പറയും. അത് കേട്ട ലൂഫി കുറച്ച് ബിസ്ക്കറ്റ്സ് അവന്റെ കയ്യിൽ വാരിയെടുത്ത് അങ്ങനെ ഉഷാറായിട്ട് ചാടി ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പോ ആ ഒരു മിറർ ഡയമെൻഷൻ കാണിക്കും. അവിടെ ആ ബീസ്റ്റ് വില്ലത്തി ടോപ്പറിനെയും ക്യാരറ്റിനെയും കൊല്ലാൻ വേണ്ടി അകത്തേക്ക് വരികയാണ്. അവളെ കാണേണ്ട താമസം നമ്മുടെ ചെക്കനും പെണ്ണും അവര് കാലിൽ ലോക്ക് ചെയ്തിരുന്ന ആ വലിയ ഗോളം അതും എടുത്ത് ഉഷാറായിട്ട് ചാടി ഓടും. ഇവിടെ ലൂഫി അവനാണെങ്കിൽ നാമി പറഞ്ഞതുപോലെ ഓടി ഓടി വന്ന് ഒരു ലേക്കിന്റെ അടുത്ത് നിൽക്കുകയാണ്. ആ ലേക്കിന്റെ അടുത്തേക്ക് അവള് ആ സോൾജിയേഴ്സിനെ വലിച്ചിടാൻ പറയും. അത് വെറും ലേക്കല്ല, ജ്യൂസ് ലേക്കാണ്. അതിലേക്ക് സോൾജിയേഴ്സിനെ ഇടുകയാണെങ്കിൽ ലൂഫിക്ക് കുറെ കൂടെ ടേസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും അവറ്റകളെ തിന്നാൻ പറ്റും. അത് കേൾക്കേണ്ട താമസം ലൂഫി ഓരോന്നിന്റെയും തല പിടിച്ച് ആ ലേക്കിലേക്ക് മുക്കി കടിച്ചു മുറിച്ച് തിന്നാനായിട്ട് തുടങ്ങും. ക്രാക്കറിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോയി അവൻ അവന്റെ സ്ക്വാഡ് വെച്ച് ലൂഫി ആഞ്ഞു വെട്ടും. ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് അവൻ ക്രിയേറ്റ് ചെയ്ത സോൾജിയേഴ്സിനെ ഒന്നും വിടാതെ തിന്ന് തീർക്കുകയാണ്. ക്രാക്കർ
അവൻ ലൂഫിക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി നീ എന്നെ തോൽപ്പിക്കില്ല. നിന്റെ ഈ ഒരു ശരീരം അത് കാണുമ്പോൾ തന്നെ അറിയാം ലൂഫി, നിന്നെ കൊണ്ട് ഇനി ബിസ്ക്കറ്റ് കഴിക്കാൻ കഴിയില്ല എന്ന്. എന്റെ സമയം അത് അടുത്തു എന്ന് പറഞ്ഞ് അവൻ വീണ്ടും 50 ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ കൂടെ ക്രിയേറ്റ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് അവൻ ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ പവറും ഇപ്പൊ നന്നായിട്ട് ഡൗൺ ആയിരിക്കുകയാണ്. പക്ഷെ നാമി ആണെങ്കിൽ കട്ട സപ്പോർട്ട് കൊടുക്കും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ലൂഫി അവൻ ഒരു ഭാഗത്ത് നിന്ന് ആ 50 സോൾജിയേഴ്സിനെയും തിന്നാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ സാഞ്ചിയുടെ ഫാമിലി അവര് ബിഗ് മോമിന്റെ മാൻഷനിലേക്ക് പോവാൻ തയ്യാറായി കഴിഞ്ഞു. സാഞ്ചിയുടെ സിസ്റ്റർ ആണെങ്കിൽ സാഞ്ചിയുടെ ഫേസിലെ ആ ഒരു സ്വെല്ലിങ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഫേസിൽ ഒരു മാസ്ക് ഇട്ട് കൊടുക്കുകയാണ്. അവൾ ആ മാസ്ക് ഇടേണ്ട താമസം ചെറിയൊരു ഷോക്ക് അടിച്ച് അവന്റെ ഫേസ് അത് പഴയതുപോലായി മാറും. ഇവിടെ സാഞ്ചിയുടെ സിസ്റ്റർ അവൾ തീർത്തു പറയും, ഒരു തവണ ഞാൻ നിന്നെ രക്ഷിച്ചു, ഇപ്പൊ വീണ്ടും നീ ഈ ട്രാപ്പിൽ വന്ന് പെട്ടുപോയിരിക്കുകയാണ്. ഇനി എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിരിക്കട്ടെ, നിനക്ക് ലേഡീസിനോടും ഗേൾസിനോടും ഇത്രയും റെസ്പെക്ട് വരാനുള്ള കാരണം അതെന്താണെന്ന് അവൾ ചോദിക്കും. അതിനൊരു സെക്കൻഡ് സാഞ്ചി ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ അവന്റെ ഷെഫ് പറയും, ഒരു കാരണവശാലും ഞാനിവിടേക്ക് ലേഡി ഷെഫുകളെ കൊണ്ടുവരില്ല. അവരെ അടിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല. പക്ഷെ സാഞ്ചി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, അതിനെന്താ കുഴപ്പം, അവരും നമ്മളെപ്പോലെ തന്നെയല്ലേ, അവർക്കും എനിക്ക് കിട്ടിയതുപോലെ ഒരുപാട് അടിയൊക്കെ കൊടുത്ത് നല്ല ഷെഫാക്കി മാറ്റണം എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം മാസ്റ്റർ ഷെഫ് കാലും മടക്കി അവൻ അച്ചരം പൊച്ചറ ആഞ്ഞടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യുക, ബിസ്ക്കറ്റുകൾ തിന്നു തീർക്കുക, ക്രാക്കർ വില്ലനെ അവനെ വെറുപ്പിക്കുക. ഇത് തന്നെയാണ് ഒരുപാട് നേരമായിട്ട് ചെയ്യുക. അങ്ങനെ ബിസ്ക്കറ്റ് തിന്ന് ലൂഫി ആണെങ്കിൽ ഒരു ജയന്റ് ആനയായി മാറിയിരിക്കുകയാണ്. അവന്റെ ആ സൈസും കോലവും ഒക്കെ കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കും. ആ ക്രാക്കർ വില്ലനാണെങ്കിൽ ടയർഡായി താഴേക്ക് വീണ് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും അവൻ ഫുൾ കലിപ്പിൽ ലൂഫിയോട് പറയും, എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഈ ബിസ്ക്കറ്റ്സുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നീ ഇത് കഴിച്ച് നീ മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ച് മരിക്കുന്ന ആ രംഗം അതെനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് കാണണം. തീർച്ചയായിട്ടും നിനക്ക് നിന്റെ ഫ്രണ്ട് സാഞ്ചിയെ അവനെ ഗിവപ്പ് ചെയ്തേ പറ്റൂ. അതിന് ലൂഫി ആണെങ്കിൽ അതിലും കോൺഫിഡൻസിൽ പറയും, എന്നെ കണ്ടിട്ട് നിനക്കത്ര നിസ്സാരമായിട്ട് തോന്നിയോ? നീ എത്ര ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തോ, അതിനൊക്കെ ഞാൻ സെക്കൻഡുകൾ കൊണ്ട് തിന്നു തീർത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേർന്ന് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സാഞ്ചിയെ തിരികെ പിടിച്ച് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അതിനുശേഷം ക്രാക്കർ ആ ബീസ്റ്റ് ട്രീയോട് പറയും, നീയും എന്നെ ചതിച്ചു അല്ലേ? ഈ കാര്യം ഞാൻ ഉറപ്പായാലും ബിഗ് മോമിനെ അറിയിക്കും. അതിനാ ട്രീ പറയും, നീ അത് കണ്ടില്ലേ, അവളുടെ കയ്യില് ബിഗ് മോമിന്റെ വിബ്രു കാർഡാണ്, അവൾ അതുപയോഗിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. പക്ഷെ ക്രാക്കർ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഉടനെ നാമി ആണെങ്കിൽ ആ വിബ്രു കാർഡ് എടുത്ത് കാണിക്കും, ഇവരെല്ലാവരും ഇപ്പൊ എന്റെ സോൾജിയേഴ്സ് ആണ്, നിനക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തു നോക്കാൻ പറഞ്ഞ് അവളാണെങ്കിൽ തണ്ടറൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ശക്തിയായിട്ട് മഴ പെയ്യിപ്പിക്കും. ഇവിടെ ലൂഫിയെ കൊണ്ടാണെങ്കിൽ ഇതിൽ കൂടുതൽ ബിസ്ക്കറ്റ് കഴിക്കാൻ കഴിയില്ല. അവൻ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് നാമിയോട് ചോദിക്കും. പക്ഷെ നാമി ആണെങ്കിൽ അതിനൊന്നും ഉത്തരം പറയാതെ വീണ്ടും ആ വില്ലനെ വെല്ലുവിളിച്ചും ഇറിറ്റേറ്റ് ചെയ്തും അങ്ങനെ മുൻപോട്ടേക്ക് പോകും. ലൂഫിക്ക് വേറെ വഴിയില്ലാതെ അവനുണ്ടാക്കുന്ന എല്ലാ സോൾജിയേഴ്സിനെയും അങ്ങനെ അച്ചറം പൊച്ചറം കടിച്ചു പറിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.